ഹായ് നമസ്കാരം. നമുക്കിന്നൊരു മാങ്ങ പച്ചടി ഉണ്ടാക്കിയാലോ? അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് കാണാം. ആദ്യമായിട്ട് മാങ്ങ ഞാൻ തൊലിയോ ചേർത്ത് വെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. സൈഡിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഒരു ശർക്കരയുടെ 3-4 പീസ് ശർക്കരയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാണ് ഒന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുക്കറിൽ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കാര്യം, ഞാനിത് ഇത് ശരിക്കും ഒരു തമിഴ് ഡിഷാണ്. തമിഴ് ബ്രാഹ്മിൺസ് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്നൊരു മാമ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ ഞാൻ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കിയതാണ്. അപ്പം നമ്മൾ നാട്ടിലങ്ങനെ അത് കാര്യം ഇത് ഉണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ എല്ലാം ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം, അത് വേവാനായിട്ടുള്ള ഒരു വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചും കൂടി വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട, ഇത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയോട് കൂടിയിട്ടുള്ള ഡിഷ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നന്നായി ഉണ്ടാവില്ല ടേസ്റ്റ്. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരു 1-2 വിസിൽ, അത് മാങ്ങയുടെ ഒരു ഇതുപോലെ നന്നായി ഉടഞ്ഞ് കിട്ടണം നമുക്കിതെല്ലാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 വിസിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. എനിക്കിവിടെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, വറ്റൽമുളക് ഒരു 3-4 വറ്റൽമുളക് അതിലേക്ക് ഞാൻ അതൊന്ന് ആഡ് ചെയ്തു. അതിനുശേഷം അതൊന്ന് മൂത്ത് വരണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഓക്കെ, നന്നായി മൂത്ത് വന്നതിന് ശേഷം അത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, അത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ കുക്കറിലുള്ള മാങ്ങയും കാര്യങ്ങളൊക്കെ ഉള്ള അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞുണ്ടാവും. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഉടച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നു ശർക്കര, ഒരു 3-4 പീസ് ശർക്കര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇതിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനത് നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ചപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെനിക്ക് ഇവിടെ കിട്ടേണ്ട അധികം അഴുക്കൊന്നും കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അഴുക്കുള്ള ശർക്കരയായിരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടായാലും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ആകുമ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി എല്ലാം പിടിച്ച് ഈ ഒരു കളറിൽ നമുക്ക് നമ്മുടെ ഒരു ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരു മധുരവും പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്